ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന വാസിദ് നൽകിയ ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് അന്ന് നമ്മൾ വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ല. 2024 ഓഗസ്റ്റ് 5-ന് സായുധാര ഒരു ജനക്കൂട്ടം അവരുടെ ഔദ്യോഗിക വസതി വളയുകയും ജീവൻ രക്ഷിക്കാൻ അവർക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ താൻ ഭയപ്പെട്ടിരുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ അമേരിക്കൻ സൈന്യത്തിന് ഒരു താവളം അനുവദിക്കണമെന്ന് അമേരിക്ക തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ഹസീന അന്ന് വെളിപ്പെടുത്തിയത്. ഈ ആവശ്യം അംഗീകരിച്ചാൽ ഭാവിയിൽ അവാമി ലീഗ് സർക്കാരിനെ എല്ലാ രീതിയിലും സഹായിക്കാമെന്നും പ്രതിപക്ഷത്തിന്റെ പരാതികൾ അവഗണിക്കാമെന്നും വാഗ്ദാനം ചെയ്തിരുന്നുവത്രേ. എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നിരസിച്ച് ഹസീന അമേരിക്കൻ ആവശ്യത്തിന് വഴങ്ങിയില്ല. ഈ തുറന്നുപറച്ചിൽ നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് നടന്ന സംഭവങ്ങൾ ആ മുന്നറിയിപ്പുകൾക്ക് എത്രത്തോളം പ്രസക്തമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ വർഷം ജൂലൈ 1 മുതൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഓഗസ്റ്റ് മാസത്തോടെ അത് കൂടുതൽ അക്രമാസക്തമായി. ആയിരക്കണക്കിന് സായുധരായ ജനക്കൂട്ടം പോലീസിനു നേരെയും ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ അനുയായികൾക്കെതിരെയും തുടർച്ചയായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടു. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ ചെറിയ കാലയളവിൽ ഏകദേശം 1400-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ.